കുറച്ച് ദിവസം എന്തായാലും ഒരു അതിതീവ്ര മഴ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ മഴയുടെ കാറ്റഗറി എങ്ങനെയാണ് തീരുമാനം? തീവ്ര മഴ, അതിതീവ്ര മഴ, അങ്ങനെയാ കാറ്റഗറി ഡിവൈഡ് ചെയ്യുന്നത്? പൊതുവേ നമ്മൾ മഴയെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇപ്പം ഒരു 12 സെൻറ്റിമീറ്റർ മുകളിൽ അല്ലെങ്കിൽ ഒരു 20 സെൻറ്റിമീറ്റർ വരെയൊക്കെയുള്ള ഒരു റേഞ്ച്, ആ ഒരു റേഞ്ചിലുള്ള മഴയെ നമ്മൾ അതിശക്തമായിട്ടുള്ള മഴയെന്ന് പറയുന്നത്. ഒരു ദിവസത്തെ 20 സെൻറ്റിമീറ്ററിന് മുകളിൽ പോകുമ്പോഴാണ് നമ്മളത് അതിതീവ്ര മഴയെന്ന് പറയുന്നത്. അപ്പോൾ ശക്തമായ മഴ, അതിശക്തമായ മഴ, അതിതീവ്ര മഴ. അപ്പം അത് ഒരു ദിവസം 24 മണിക്കൂർ കിട്ടുന്ന മഴയുടെ കണക്കിനനുസരിച്ചാണ് നമ്മൾ റെയിനിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അതിതീവ്ര മഴയാണ് ഏറ്റവും, അതിന് മേളിൽ എത്ര കിട്ടിയാലും നമ്മൾ അതിതീവ്ര മഴ എന്നാണ് പറയുന്നത്. ചിലപ്പോൾ 20 സെൻറ്റിമീറ്റർ മഴയിട്ട് 30-40 സെൻറ്റിമീറ്റർ വരെ കിട്ടുമായിരിക്കും. പക്ഷെ അതിനെ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്തിട്ടില്ല. പക്ഷെ അത് അൺകോമൺ ആണ്, വളരെ ചുരുക്കമേ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ അതൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് മഴയുടെ കാര്യത്തിൽ. അതുപോലത്തെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെയാണ് ഈ മേഘവിസ്ഫോടനം, ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്നത്. ഒരു മഴയുടെ ഇൻറ്റൻസിറ്റി ക്ലാസിഫിക്കേഷനാണ് യഥാർത്ഥത്തിൽ. അതിന് മേഘവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. മേഘവിസ്ഫോടനം എന്ന് നമ്മൾ ക്ലൗഡ് ബേസ്റ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഇൻറ്റൻസിറ്റിയെ നമ്മളൊന്ന് വേറിട്ട് പറയാൻ വേണ്ടി സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഈ പറയുന്ന മേഘങ്ങൾ ഇങ്ങനെ പൊട്ടി വീഴുന്നതൊന്നും അല്ല. യഥാർത്ഥത്തിൽ മേഘവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. മഴയുടെ ഇൻറ്റൻസിറ്റിയെ ഈ പറയുന്ന അതിതീവ്ര മഴയുമായിട്ട് വേർതിരിച്ച് പറയാൻ പറ്റും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ല, ഇപ്പോൾ 24 മണിക്കൂറിൽ ഓരോ സെൻറ്റിമീറ്റർ മഴ വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ ഏകദേശം 20 സെൻറ്റിമീറ്ററിന് മുകളിൽ നമുക്ക് മഴ കിട്ടും. അത് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അതേസമയം 1 മണിക്കൂർ 10 സെൻറ്റിമീറ്റർ മഴ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അതിനെ നമ്മൾ വേർതിരിച്ച് കാണുകയും വേണം. കാരണം 1 മണിക്കൂർ 10 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നതും 24 മണിക്കൂറിൽ 20 സെൻറ്റിമീറ്റർ മഴ കിട്ടുന്നതും ഇമ്പാക്റ്റ് ഡിഫറൻ്റ് ആണ്. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് നമ്മൾ ഈ ക്ലൗഡ് ബസ്റ്റ് എന്ന് പറയുന്ന വിഭാഗം എന്ന് പറയുന്നത്. അതൊരു റെയിൻ ഇൻറ്റൻസിറ്റി ക്ലാസിഫിക്കേഷൻ, അല്ലാതെ ക്ലൗഡുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇപ്പം കളമശ്ശേരിയിൽ തന്നെ നടന്നത് വലിയ ക്ലൗഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ആ മഴ കിട്ടി എന്നുള്ളതാണ്.